കാഞ്ഞങ്ങാട് ഇത്തവണ കാഞ്ഞിരത്തേക്കാൾ കയ്പുള്ള അനുഭവമായിരിക്കും. പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കം രൂക്ഷമാണ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന EK നായർ എന്നറിയപ്പെട്ടിരുന്ന ഇടയില്യം കണിക്കൽ കുഞ്ഞികൃഷ്ണൻ നായർ കാസർഗോഡ് ജില്ലയിലെ ന്യൂയോർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നഗരമുണ്ട്. പലർക്കും അറിയില്ല, അത് കാഞ്ഞങ്ങാടാണ്. വെറുതെ കിട്ടിയതല്ല, അതിനൊരു കാരണവുമുണ്ട്. പൊതുവെ അവികസിതമായ കാസർഗോഡ് ജില്ലയിലെ മറ്റ് നഗരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളവും തിരിവുമില്ലാത്ത വീതിയേറിയ റോഡുകളും തെരുവു വിളക്കുകളുമെല്ലാം പണ്ട് കാഞ്ഞങ്ങാടിൻ്റെ മാത്രം പ്രത്യേകതകളായിരുന്നു. ഇപ്പോൾ കാസർകോട്ടെ മറ്റ് നഗരങ്ങളിലെല്ലാം പണ്ടത്തെ അപേക്ഷിച്ച് നല്ല വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല റോഡുകളൊക്കെ ഇപ്പോൾ അവിടെ എല്ലായിടത്തുമുണ്ട്. അതൊക്കെ പോകട്ടെ, അവിടുത്തെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ കാസർകോട്ടെ ചുവപ്പ് കോട്ടയാണ് കാഞ്ഞങ്ങാട് എന്ന് പറയാം. പണ്ട് ഓസ്തുർഗ് മണ്ഡലമായിരുന്ന ഇത് 2011 മുതലാണ് കാഞ്ഞങ്ങാടായത്. അതിനു മുമ്പും ഇപ്പോഴും, അതായത് 1987 മുതൽ ഇടതുവശം ചേർന്ന് പോകുന്ന മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയും അജാനൂർ, ബളാൽ, കള്ളാർ, കിനാനൂർ കരിന്തളം, കോടോംപേളൂർ, മടിക്കൈ, പനത്തടി എന്നീ 7 ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലം. ഇതിൽ കാഞ്ഞങ്ങാട് നഗരസഭയും കിനാനൂർ കരിന്തളവും കോടോംപേളൂരും പനത്തടിയും അജാനൂരും മടിക്കയുമെല്ലാം UDF നിന്ന് ആര് വന്നാലും മറച്ചിടാനാവാത്ത LDFൻ്റെ ഉരുക്ക് കോട്ടകളാണ്. കള്ളാറിലും ബളാലിലും മാത്രമാണ് UDF ഭൂരിപക്ഷമുള്ളത്. കാഞ്ഞങ്ങാട് ഇടതിലെ തന്നെ CPI ആണ് വർഷങ്ങളായി മത്സരിക്കുന്നതും ജയിക്കുന്നതും. മുൻ മന്ത്രിയായിരുന്ന E ചന്ദ്രശേഖരനാണ് തുടർച്ചയായി കാഞ്ഞങ്ങാട്ടെ MLA. അവിടെ അദ്ദേഹം ഏറെ ജനസമ്മതനായ നേതാവാണ്, ആർക്കും പ്രാപ്യനായ MLA. കേരളത്തിലെ ജനസമ്മതരായ MLAമാരിൽ ഒരാൾ. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഒരാക്ഷേപവും ആരെക്കൊണ്ടും പറയിപ്പിക്കാത്ത, അഴിമതിയുടെ കറ പുരളാത്ത മന്ത്രി. രാഷ്ട്രീയം കൊണ്ട് സാമ്പത്തികമായി നഷ്ടങ്ങളല്ലാതെ നേട്ടങ്ങൾ ഉണ്ടാക്കാത്ത മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് പോലും അദ്ദേഹം വലിയ മതിപ്പുള്ളാക്കുന്ന വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, നല്ല കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ജന്മവും. ചന്ദ്രശേഖരൻ്റെ അമ്മാവനാണ് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന EK നായർ എന്നറിയപ്പെട്ടിരുന്ന ഇടയില്യം കണിക്കൽ കുഞ്ഞികൃഷ്ണൻ നായർ. പണ്ട് AKG, KPR ഗോപാലൻ തുടങ്ങിയ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം ഒളിവിൽ താമസിച്ചിരുന്നത് ഇടയില്യം തറവാട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷണമൊത്ത ഒരു കമ്മ്യൂണിസ്റ്റാണ് ഈ ചന്ദ്രശേഖരൻ. ഓരോ തവണ മത്സരിച്ചപ്പോഴും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കുറയുകയല്ല കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ജനസമിതിയുടെ തെളിവായി മറ്റൊന്നും പറയാനില്ല. പക്ഷേ അദ്ദേഹം 3 ടേം പൂർത്തിയാക്കിയതിനാൽ വീണ്ടും മത്സരരംഗത്തില്ല. CPI ദേശീയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ് അവിടെ സ്ഥാനാർത്ഥി. അദ്ദേഹവും മികച്ച സംഘാടകനാണ്. CPI ദേശീയ കൗൺസിൽ അംഗമാണ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ മണ്ഡലത്തിൽ സുപരിചിതനായ നേതാവാണ്. എതിരാളികൾക്ക് പോലും എതിരഭിപ്രായം പറയാനില്ലാത്ത നേതാവാണ്. സർക്കാർ ജോലി രാജിവെച്ച് മുഴുവൻ സമയ രാഷ്ട്രീയത്തിലിറങ്ങിയ വ്യക്തിയാണ്. ജയസാധ്യതയുള്ള നേതാവാണ്. കാഞ്ഞങ്ങാട് UDF സ്ഥാനാർത്ഥിയായി ഇത്തവണ എത്തുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഷൈജി ഓട്ടപ്പള്ളിയാണ്. കോൺഗ്രസിലെ ഹരീഷ് നായരും PV സുരേഷും ഒക്കെ സീറ്റിനായി കടുംപിടുത്തം പിടിച്ചിരുന്നെങ്കിലും തൃക്കരിപ്പൂർ കോൺഗ്രസ് ഏറ്റെടുത്ത് കാഞ്ഞങ്ങാട് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തപ്പോഴാണ് അവിടെ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷൈജി ഓട്ടപ്പള്ളി സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഓട്ടോറിക്ഷയാണ് ചിഹ്നം. ആര് വന്നാലും ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യം ഏറെ പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കം രൂക്ഷമാണ്. സംസ്ഥാന ജില്ലാ നേതൃത്വം A വിഭാഗത്തിനാണ് ഒത്താശ ചെയ്യുന്നതെന്ന് ആരോപിച്ച് കോൺഗ്രസിലെ I വിഭാഗത്തിലെ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ ഉൾപ്പെടെ 38 നേതാക്കൾ ഒരുമിച്ച് സ്ഥാനം രാജിവെച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. ആ പടലപ്പിണക്കം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDF ഇത്തവണ മണ്ഡലം കേരള കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തത്. അതേതായാലും നന്നായി. എന്നാലും ഈ ഒരു ചേരിതിരിവ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യം ഉറപ്പാണ്. NDA സ്ഥാനാർത്ഥി M ബൽരാജ് നായിക്കാണ്. അദ്ദേഹം BJP ജില്ലാ വൈസ് പ്രസിഡന്റാണ്. നിലവിൽ കാഞ്ഞങ്ങാട് നഗരസഭ കൗൺസിലറാണ്. BJP ഭരണത്തിലൂടെ 12 പെട്രോൾ ബങ്കുകൾ കാസർഗോഡ് ജില്ലയിൽ മാത്രം നേടിയെടുത്ത നല്ല കച്ചവടക്കാരനാണ്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബൽരാജ് തന്നെയായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. അന്ന് ആ കൂടി കിട്ടിയത് 21,570 വോട്ടാണ്. അത് 2016 400 വോട്ടുകൾ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് കാഞ്ഞങ്ങാട് ഇത്തവണ 22,000 വോട്ടുകൾ കിട്ടാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആഞ്ഞു പിടിച്ചാൽ അതൊരു 23,000 വരെ ആകാനും സാധ്യതയുണ്ട്. കെട്ടിവെച്ച പണം കിട്ടുമെന്നല്ലാതെ അതുകൊണ്ടൊന്നും വേറെ ഗുണമൊന്നുമില്ല. കാഞ്ഞീര മരങ്ങൾ നിറഞ്ഞ കാട് എന്ന അർത്ഥത്തിൽ കാഞ്ഞീരങ്കാട് ലോപിച്ചാണ് കാഞ്ഞങ്ങാടായതെന്നും അതല്ല കോലത്തിരിയുടെ പ്രതീതിയായിരുന്ന കാഞ്ചൻ ഭരിച്ചിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ കാഞ്ചൻ്റെ കാട്, കാഞ്ചൻ്റെ നാട് എന്ന പേരിൽ നിന്നുമാണ് കാഞ്ഞങ്ങാട് എന്ന പേരുണ്ടായതെന്നുമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെന്തായാലും കോട്ടയത്തെ കൈപ്പുഴയിൽ നിന്നും വന്ന ഷൈജി ഓട്ടപ്പള്ളിക്ക് കാഞ്ഞങ്ങാട് ഇത്തവണ കാഞ്ഞീരത്തേക്കാൾ കയ്പുള്ള അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കാഞ്ഞങ്ങാട് LDF നിലനിർത്തും. ഓട്ടപ്പള്ളിക്ക് ഇവിടെ നിന്ന് വോട്ട് പിടിച്ച് ഓടേണ്ടിയും വരും ഉറപ്പ്. ഭൂരിപക്ഷം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ചന്ദ്രശേഖരനേക്കാൾ ഗോവിന്ദൻ പള്ളിക്കാപ്പിലിന് കുറച്ച് കുറയാനാണ് സാധ്യത.